വികസന പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ദേവസ്വം തുക ചെലവഴിക്കുന്നുവെന്നത് ജനങ്ങളുടെ തെറ്റായ ധാരണയാണെന്നും ദേവസ്വം ബോർഡിന്റെ നയാ പൈസ പോലും സർക്കാർ എടുക്കുന്നില്ലെന്നും വിവിധ ആവശ്യങ്ങൾക്കായി സർക്കാരാണ് പണം ദേവസ്വം ബോർഡുകൾക്ക് നൽകാറുള്ളതെന്നും മന്ത്രി വി.എൻ. വാസവൻ. ദേവസ്വം ബോർഡുകൾക്ക് ആവശ്യങ്ങൾ നടത്തുന്നതിന് 50,000 രൂപ ചെലവഴിക്കാൻ അനുമതിയുണ്ടായിരുന്നത് 5 ലക്ഷം രൂപയായി ഉയർത്തി. കൂടാതെ ബോർഡ് അംഗങ്ങൾക്ക് ഓണറേറിയം നൽകുന്നതിനും തീരുമാനമെടുത്തതായി മന്ത്രി പറഞ്ഞു. ഗുരുവായൂരിൽ ജ്ഞാനപ്പാന പുരസ്കാര സമർപ്പണവും ക്ഷേത്രങ്ങൾക്കുള്ള ധനസഹായ വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ സൂചിപ്പിക്കാൻ കാരണം നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ ഇത്തരത്തിൽ ചെയ്തതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയ്യുന്ന മറ്റൊരു കാര്യം, നമുക്ക് 5 ദേവസ്വം ബോർഡുകളാണ് കേരളത്തിലുള്ളത്. 1 ഗുരുവായൂർ ദേവസ്വം ബോർഡ്, 2 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, 3 കൊച്ചിൻ ദേവസ്വം ബോർഡ്, 4 മലബാർ ദേവസ്വം ബോർഡ്, 5 കൂടൽമാണിക്യം ദേവസ്വം ബോർഡ്. ഇതിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള 2 സങ്കേതം, 1 ഗുരുവായൂർ ദേവസ്വം ബോർഡ്, 2 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറഞ്ഞാൽ ശബരിമല. ആ ശബരിമലയിലെ വരുമാനം കൊണ്ടാണ് 1521 ക്ഷേത്രങ്ങളാണ് അവിടെ. ആ ക്ഷേത്രങ്ങൾക്ക് പലർക്കും ശമ്പളം കൊടുക്കാൻ മാർഗമില്ലാതെ വരുമ്പോൾ തന്ത്രികൾക്ക്, കടകക്കാരന്, മാലകെട്ടുകാരന് ഒക്കെ തന്നെ ശമ്പളം കൊടുക്കാൻ യഥാർത്ഥത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയെ വരുമാനം ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. കോവിഡ് കാലത്ത് ഇത് ശബരിമലയും വരുമാനം കുറഞ്ഞപ്പോൾ ചെയ്തത് ഗവൺമെന്റാണ് ഫണ്ട് കൊടുക്കുന്നത്. ജനങ്ങളുടെ ഒരു ധാരണ ക്ഷേത്രങ്ങളിലെ വരുമാനം ഗവൺമെന്റ് പലപ്പോഴും വികസനത്തിന് എടുക്കുന്നു. ഒരു നയാ പൈസ എടുക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, മനസ്സിലാക്കേണ്ടത് 1950 ഹിന്ദു റിലീജിയസ് ആക്ട് അനുസരിച്ചാണ് ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനം. അത് സ്വതന്ത്ര ഭരണാധികാരമാണ് ദേവസ്വം ബോർഡിനുള്ളത്. 1 രൂപ എടുക്കാൻ ഗവൺമെന്റിന് മറ്റാർക്കും അധികാരമില്ല. ഗവൺമെന്റിന് ഇങ്ങോട്ട് വേണേ മുടക്കാം, അങ്ങോട്ട് എടുക്കാൻ പാടില്ല. ഇതാണ് മനസ്സിലാക്കിയിരിക്കാൻ കാര്യം. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭയിൽ ഞാൻ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് വേണ്ടി 2 കാര്യം ചെയ്തിട്ടുണ്ടെന്ന സന്തോഷ വാർത്തയോടെ ഇരിക്കുക. 1, ഇവർക്ക് സാധാരണ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഫണ്ട് ചെലവഴിക്കുന്നതിന് പരിമിതി ഉണ്ടായിരുന്നു. ചെറിയ അംശം മാത്രം, 50,000 രൂപ വരെ ചെലവഴിച്ചവരും നടക്കും ഇവിടെ. അതുകൊണ്ട് ആ തുക ഇപ്പോൾ വർദ്ധിപ്പിച്ച് അവർക്ക് 5 ലക്ഷത്തോളം സ്വന്തമായി ചെലവഴിക്കാനുള്ള അധികാരം ഗവൺമെന്റ് കമ്മീഷൻ അനുമതി കൂടാതെ ചെയ്യാനുള്ളതാക്കിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇവിടുത്തെ ദേവസ്വത്തിന്റെ ഈ ഭരണസമിതിയിലെ അംഗങ്ങൾക്കൊന്നും ഓണറേറിയം ഉണ്ടായിരുന്നില്ല, ചെയർമാനും ഉണ്ടായിരുന്നില്ല, മെമ്പർമാർക്കും ഉണ്ടായിരുന്നില്ല. ഇവരുടെ കൈക്കാശ് കൊണ്ടൊക്കെ വന്നു പോയി കാര്യം തീർക്കേണ്ട രൂപത്തിലാണ് പഴയ ബില്ലുണ്ടായിരുന്നത്. ഞാൻ ആ ബില്ലെടുത്ത് പഠിച്ചപ്പോൾ ന്യായമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും 35,000 രൂപ ഓണറേറിയം ഉണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ. അതുപോലെ തന്നെ അംഗങ്ങൾക്ക് 25,000 രൂപ. അപ്പോൾ മറ്റെല്ലാ ക്ഷേത്രങ്ങൾക്കും ഉണ്ടെങ്കിൽ പിന്നെ ഗുരുവായൂരത്തിൽ മാത്രമേ കൊടുക്കാൻ പോകുന്ന പ്രവർത്തനത്തിൽ നമുക്ക് വേണ്ടേ. അതുകൊണ്ട് ഞാൻ ബില്ല് കൊണ്ടുവന്നു. ആ ബില്ല് നിയമസഭയിൽ പാസ്സാക്കി. ഇപ്പോൾ അത് ഓർഡറായിട്ടുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഓണറേറിയം ലഭിക്കും. അതുപോലെ ചെലവ് വർദ്ധിപ്പിച്ച് ചെയ്യാനുള്ള അവകാശവും കൊടുക്കുന്ന രൂപത്തിൽ ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്, ഉത്തരവായിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത അവരെ അറിയിക്കുക. ഭക്തകവി പൂന്താനത്തിന്റെ ശാശ്വത സ്മരണയ്ക്കായി ഗുരുവായൂർ ദേവസ്വം നടത്തിവരുന്ന പൂന്താനം ദിനാഘോഷവും 2025-26 വർഷത്തെ സംസ്ഥാനത്തെ ഇതര ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കും വേദപാഠശാലകൾക്കുമുള്ള ധനസഹായ വിതരണവും നടന്നു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ N.K. അക്ബർ MLA വിശിഷ്ടാതിഥിയായിരുന്നു. ദേവസ്വം സെക്രട്ടറിയും ഗുരുവായൂർ ദേവസ്വം കമ്മീഷണറുമായ M.G. രാജമാണിക്യം IAS വിശിഷ്ട സാന്നിധ്യമായി. നഗരസഭ ചെയർപേഴ്സൺ സുനിത അരവിന്ദ് മുഖ്യാതിഥിയായിരുന്നു. 2023-2026 വർഷങ്ങളിലെ ജ്ഞാനപ്പാന പുരസ്കാരങ്ങൾ യഥാക്രമം പ്രൊഫസർ വി. മധുസൂദനൻ നായർ, വൈക്കം രാമചന്ദ്രൻ എന്നിവർ മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി. സംസ്ഥാനത്തെ 14 ജില്ലകളിലെ 1521 ക്ഷേത്രങ്ങൾക്കും 9 വേദപാഠശാലകൾക്കുമായി 9.85 കോടി രൂപയുടെ ധനസഹായമാണ് ഗുരുവായൂർ ദേവസ്വം നൽകിയത്. ധനസഹായം അനുവദിച്ച 14 ജില്ലകളിലെയും ക്ഷേത്രങ്ങളുടെ ഭാരവാഹികൾ പൂന്താനം ഓഡിറ്റോറിയത്തിലെത്തി ചെക്ക് കൈപ്പറ്റി.